Today we will be talking about International Code of Botanical Nomenclature, abbreviated as ICBN. പ്ലാന്റ് നോമക്ലേച്ചറിൽ രണ്ടാമത്തെ വീഡിയോ ആണിത്. നോമക്ലേച്ചറിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് ICBN. International Code of Botanical Nomenclature or ICBN is a set of rules and recommendations dealing with formal botanical names that are given to plants. പ്ലാന്റ്സിനെ നെയിം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആണ് ICBNൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അബ്രീവിയേറ്റഡ് ആസ് കോഡ്. ICBN നമ്മൾ സിമ്പിളായിട്ട് കോഡ് എന്നാണ് പറയുക. It is approved by International Botanic Congress or IBC and published by International Association of Plant Taxonomy IAPT. So, ഈ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെക്കമെൻഡേഷൻസ് അപ്രൂവ് ചെയ്യുന്നത് IBC ആണ്. ഈ റൂൾസ് ആൻഡ് റെക്കമെൻഡേഷൻസിനെ പബ്ലിഷ് ചെയ്യുന്നത് IAPT ആണ്. At every Congress, it would be subjected to revisions, amendments, with addition, deletion and modification. Every 5 yearsൽ ഇൻ്റർനാഷണൽ ബൊട്ടാണിക് കോൺഗ്രസ് കൂടും. സോ ഇൻ്റർനാഷണൽ ബൊട്ടാണിക് കോൺഗ്രസ്സിൽ ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. അവർ പ്ലാന്റ്സിന് നെയിം ചെയ്യാനുള്ള റൂൾസിൽ ചേഞ്ചസ് വരുത്തും. ചില റൂൾസ് ഡിലീറ്റ് ചെയ്യും, ചില റൂൾസ് ആഡ് ചെയ്യും, ചില റൂൾസ് മോഡിഫൈ ചെയ്യും. സോ എവറി 5 yearsൽ കോൺഗ്രസ് നടക്കുമ്പോൾ നടത്തുന്ന ചേഞ്ചസ് അപ്രൂവ് ചെയ്യുക ഡിഫറെൻറ്റ് കൺട്രീസ് എന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ ബൊട്ടാണിക് കോൺഗ്രസ് ആണ്. ആൻഡ് ആ റൂൾസ് ആൻഡ് റെക്കമെൻഡേഷൻസ് പബ്ലിഷ് ചെയ്യണം. പിന്നീട് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയെന്ന് അത് ചെയ്യുന്നതാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പ്ലാന്റ് ടാക്സോണമി ഓർ IAPT. ദെൻ ഇറ്റ്സ് ഗ്രൗണ്ട് വർക്ക് വാസ് ഡൺ ബൈ ലിനേസ്. കോഡിൻ്റെ ഗ്രൗണ്ട് വർക്ക് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ലിനേസ് ആണ്. ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് കോഡ് വാസ് ഇൻ പാരീസ് ഇൻ 1867 which is called a Paris Code. Then 17th was in Vienna in 2005 and 18th was in Melbourne, Australia 2011. So 1, 2, 3, 4 അങ്ങനെ 18th മെൽബൺ ഓസ്ട്രേലിയയിലായിരുന്നു 2011. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കോൺഗ്രസ് കഴിഞ്ഞു 19th. സോ ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ കോഡ് 19th കോഡാണ് ഷെൻസൺ ചൈന. ചൈനയിലെ ഷെൻസണിലാണ് ഇൻ 2017 ആൻഡ് ഇറ്റ്സ് ഫൈനൽ ഫോം വാസ് പബ്ലിഷ്ഡ് ഇൻ 2018 ആൻഡ് PDF വേർഷൻ വാസ് അവൈലബിൾ ഫ്രം 2019. സോ ഫസ്റ്റ് കോൺഗ്രസ് പാരീസിലായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് കോഡ് ഷെൻസൺ ചൈനയിൽ 2017 ആൻഡ് കോഡ് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷമൊക്കെ കഴിയും അതിൻ്റെ റൂൾസ് പബ്ലിഷ് ചെയ്ത് വരാൻ. സോ ഷെൻസൺ കോഡിൻ്റെ റൂൾസ് പബ്ലിഷ് ചെയ്ത് വന്നത് 2018 ദെൻ ഇപ്പോൾ പുതുതായിട്ട് അതിൻ്റെ PDF വേർഷൻസ് അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഫ്രം 2019. ബിഫോർ മെൽബൺ കോഡ് വാസ് കോൾഡ് ആസ് ICBN, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമക്ലേച്ചർ. നമ്മൾ ഹെഡിങ് പറഞ്ഞത് ICBN ആണ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ ICBN എന്നാണ്, അതുകൊണ്ടാണ്. ബട്ട് ആഫ്റ്റർ മെൽബൺ കോഡ്, അതായത് 18th കോഡ്, നമ്മളെ ഷെൻസൺ കോഡിൻ്റെ തൊട്ട് മുന്നുള്ള കോഡാണ് മെൽബൺ കോഡ്. ആഫ്റ്റർ മെൽബൺ ICBN is changed to ICN for algae, fungi and green plants. ICBN എന്നുള്ള നെയിം ചേഞ്ച് ചെയ്തിട്ട് ICN for algae, fungi and green plants എന്നാക്കിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കോഡ് ഓഫ് നോമക്ലേച്ചർ ഫോർ algae, fungi and green plants. എന്തുകൊണ്ടാണ് അങ്ങനെ ചേഞ്ച് ചെയ്തത്? ബിക്കോസ് ദ വേർഡ് ബൊട്ടാണിക്കൽ ഈസ് മിസ്ലീഡിങ്. ICBN എന്നുള്ളതിലെ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമക്ലേച്ചറിലെ ബൊട്ടാണിക്കൽ എന്നുള്ളത് മിസ്ലീഡിങ് ആണ്, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആണ്. ആ ഒരു ബൊട്ടാണിക്കൽ എന്നുള്ള കാറ്റഗറിയിൽ ഫഞ്ചൈ ഉൾപ്പെടുമോ എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ബൊട്ടാണിക്കൽ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഏതൊക്കെ ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്യും? ഫഞ്ചൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ കളർലെസ് ആണ്, നോൺ ക്ലോറോഫില്ലസ് ഓർഗാനിസ് ആണ്.
സോ അവ ഉൾപ്പെടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ആ ബൊട്ടാണിക്കൽ എന്നുള്ള കാറ്റഗറിയിൽ ആരൊക്കെ ഉൾപ്പെടും, അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കിയതാണ് ICN for algae, fungi and green plants. സോ ഇപ്പോൾ ICBN എന്നല്ല, ICN for algae, fungi and green plants എന്നാണ്. Code is divided into 3 divisions, or code has 3 divisions. First division include a set of 6 principles. Division 2 contain detailed rules and recommendations. Division 3 includes detailed provisions for the modification of code. സോ 3 ഡിവിഷൻസ് ഉള്ളതിൽ ഫസ്റ്റ് ഡിവിഷനിൽ 6 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. ആ 6 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഡിവിഷൻ 2ൽ റൂൾസ് ആൻഡ് റെക്കമെൻഡേഷൻസ്, ഒരു പ്ലാന്റിനെ നെയിം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആണ് ഡിവിഷൻ 2ലുള്ളത്. ഡിവിഷൻ 3ൽ പ്രൊവിഷൻസ് ഫോർ ദ മോഡിഫിക്കേഷൻ ഓഫ് കോഡ്, കോഡ് മോഡിഫൈ ചെയ്യാനുള്ള പ്രൊവിഷനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിവിഷൻ 1ലെ 6 പ്രിൻസിപ്പിൾസ് മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. റൂൾസ് ആൻഡ് റെക്കമെൻഡേഷൻസോ പ്രൊവിഷൻസ് ഫോർ മോഡിഫിക്കേഷനോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബാക്ടീരിയോളജിക്കൽ ആൻഡ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ബാക്ടീരിയോളജിക്കൽ നോമൻക്ലേച്ചറിനും സുവോളജിക്കൽ നോമൻക്ലേച്ചറിനും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സോ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം. സുവോളജിക്കൽ നോമൻക്ലേച്ചറിൽ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെയിം വേർഡ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ അനുസരിച്ചിട്ട് ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെയിം വേർഡ് ആവാൻ പാടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിഫിക് നെയിം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ആ പ്ലാന്റിൻ്റെ നെയിം പിന്നെ ചേഞ്ച് ചെയ്യുക ചെയ്തത്. കാരണം ജീനസ് നെയിമും മാലസ് തന്നെയാണ്, സ്പീഷീസ് നെയിമും മാലസ് തന്നെയാണ്. സോ അങ്ങനെ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറിൽ പാടില്ല. പക്ഷേ സുവോളജിക്കൽ നോമൻക്ലേച്ചറിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാജ എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസ് ഒക്കെ ഉണ്ട്. സോ അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബാക്ടീരിയോളജിക്കൽ ആൻഡ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ബാക്ടീരിയോളജിക്കൽ ആൻഡ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ പോലെയല്ല ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. സെക്കൻഡ് വൺ, application of names of taxonomic group is determined by means of nomenclatural type. ഒരു ടാക്സോണമിക് ഗ്രൂപ്പിൻ്റെ നെയിം ഡിറ്റർമിൻ ചെയ്യുന്നത് നോമൻക്ലേച്ചറൽ ടൈപ്സ് ആണ്. നോമൻക്ലേച്ചറൽ ടൈപ്സ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പിഫിക്കേഷൻ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാനുണ്ട്. ഒരു ടാക്സിനെ നെയിം ചെയ്യുന്ന സമയത്ത് ആ നെയിം എന്തിനാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ഓതർ മെൻഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, മൈമോസേസി എന്ന് പറഞ്ഞ ഫാമിലിക്ക് മൈമോസേസി എന്നുള്ള നെയിം കൊടുക്കുന്ന സമയത്ത് അതൊരു ഫാമിലി നെയിമാണ് മൈമോസേസി. അതിന് ഓതർ ടൈപ്പായിട്ട് വെച്ചിട്ടുള്ളത് മൈമോസ എന്നുള്ള ജീനസ് ആണ്. അതുകൊണ്ടാണ് ആ ഫാമിലിക്ക് മൈമോസേസി എന്നുള്ള പേര് വന്നത്. അങ്ങനെ ഒരു ടാക്സോണമിക് ഗ്രൂപ്പിൻ്റെ നെയിം ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ നോമൻക്ലേച്ചറൽ ടൈപ്പാണ്. സോ മൈമോസേസി ഫാമിലിൻ്റെ ടൈപ്പ് മൈമോസ ജീനസ് ആയതുകൊണ്ടാണ് ഫാമിലിക്ക് മൈമോസേസി എന്നുള്ള ഒരു പേര് വന്നത്. സോ അവിടെ ഓതർ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ടൈപ്പാണ് ജീനസ് മൈമോസ. എന്തിന്? ഫാമിലി മൈമോസേസി എന്നുള്ള പേര് കിട്ടാൻ വേണ്ടി. ദെൻ മൂന്നാമത്തത്, നോമൻക്ലേച്ചർ ഓഫ് ടാക്സോണമിക് ഗ്രൂപ്പ് ഈസ് ബേസ്ഡ് അപ്പോൺ പ്രിയോറിറ്റി ഓഫ് പബ്ലിക്കേഷൻ. ഒരു ടാക്സോണമിക് ഗ്രൂപ്പിൻ്റെ നെയിം ബേസ് ചെയ്യുന്നത് പ്രിയോറിറ്റി ഓഫ് പബ്ലിക്കേഷനെയാണ്. ആരാണോ ഫസ്റ്റ് ടൈം ഒരു ടാക്സക്ക് നെയിം കൊടുത്തിട്ടുള്ളത് ആ നെയിമിലാണ് ആ പ്ലാന്റ് അറിയപ്പെടുക, അല്ലെങ്കിൽ ആ ഓതറാണ് ആ പ്ലാന്റ് നെയിമിൻ്റെ ഓതർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു പ്ലാന്റിന് സിഡ അക്യൂട്ട എന്നുള്ള പേര് കൊടുത്തു. അത് ജനുവരി 1, 2020 അയാൾ പുതിയതായിട്ടൊരു പ്ലാന്റ് കണ്ടുപിടിച്ച് അതിന് സിഡ അക്യൂട്ട എന്ന് പേര് കൊടുത്ത്
ആ ഒരു ജേണലിൽ ഫസ്റ്റായിട്ട് അത് പബ്ലിഷ് ചെയ്ത് വന്നത് ജനുവരി 1, 2020 വിചാരിക്കാം. അതേസമയം വേറെ എവിടെയെങ്കിലും രാജ്യത്തെ വേറെ എവിടെയെങ്കിലും സെയിം പ്ലാന്റ്സിന് വേറെ ഏതോ ഒരു പേര് കൊടുത്തിട്ട് ഫെബ്രുവരി 1, 2020 പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റ് അറിയപ്പെടുക സിഡ അക്യൂട്ട എന്നുള്ള പേരിലാണ്. കാരണം ആദ്യം അതിന് നെയിം ചെയ്തത് ആരാണ്? ആ ഫസ്റ്റ് ഓതറാണ്. സോ സിഡ അക്യൂട്ട എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ആൻഡ് ഈ ജനുവരി 1 പബ്ലിഷ് ചെയ്തിട്ടുള്ള ജേണലിൽ ആരാണോ ആ പ്ലാന്റിന് ആ നെയിം കൊടുത്തത് അയാളുടെ പേരാണ് നമ്മൾ ഓതർ സൈറ്റേഷനായിട്ട് കൺസിഡർ ചെയ്യുക. സോ നോമക്ലേച്ചർ ഓഫ് ടാക്സോണമിക് ഗ്രൂപ്പ് ഈസ് ബേസ്ഡ് അപ്പോൺ പ്രിയോറിറ്റി ഓഫ് പബ്ലിക്കേഷൻ. ദെൻ ഫോർത്ത് റൂൾ, ഈച്ച് ടാക്സോണമിക് ഗ്രൂപ്പ് വിത്ത് എ പെർട്ടിക്കുലർ circumscription, position and rank can bear only one correct name, the earliest that is in accordance with rules except in specified cases. ഒരു ടാക്സോണമിക് ഗ്രൂപ്പിന് ഒരു കറക്റ്റ് നെയിമേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ കറക്റ്റ് നെയിം. വേറെ കുറേ നെയിംസ് ഉണ്ടാവും, അത് സിനോണിംസ് ഒക്കെ ആയിരിക്കും. സോ ഈച്ച് ടാക്സോണമിക് ഗ്രൂപ്പ് വിത്ത് എ പെർട്ടിക്കുലർ സർക്കംസ്ക്രിപ്ഷൻ, പൊസിഷൻ ആൻഡ് റാങ്ക് ക്യാൻ ഹാവ് ഓൺലി വൺ കറക്റ്റ് നെയിം. ഒരു കറക്റ്റ് നെയിമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഏതാണ് ആ കറക്റ്റ് നെയിം? ദ ഏർലിയസ്റ്റ് ദാറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾസ്. ആരാണോ നോമക്ലേച്ചറിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഒരു ടാക്സക്ക് ഫസ്റ്റായിട്ട് ഏർലിയസ്റ്റ് ആയിട്ട് നെയിം കൊടുത്തിട്ടുള്ളത് അതായിരിക്കും ആ ഒരു ടാക്സിൻ്റെ നെയിം. എക്സെപ്റ്റ് ഇൻ സ്പെസിഫൈഡ് കേസസ്. എക്സെപ്റ്റ് ഇൻ സ്പെസിഫൈഡ് കേസസ് എന്ന് പറയുന്നുണ്ട്. അതായത് ചില പ്ലാന്റ്സിൻ്റെ നെയിംസ് എക്സെപ്ഷണൽ കേസസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോമിന കൺസർവാണ്ട എന്ന് പറയും. ചില ടാക്സൊക്കെ ഈ ഒരു റൂള് അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സെപ്റ്റ് ഇൻ സ്പെസിഫൈഡ് കേസസ് എന്ന് പറഞ്ഞത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെക്ടോണ ഗ്രാൻഡിസ് എന്നുള്ളത് തേക്കിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. പക്ഷേ തേക്കിന് ഫസ്റ്റ് ടൈം ശരിക്ക് തേക്കിൻ്റെ കറക്റ്റ് നെയിം ടെക്ടോണ ഗ്രാൻഡിസ് അല്ല. ടെക്ടോണ ഗ്രാൻഡിസ് എന്നുള്ളത് നെയിം ചെയ്യുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുന്നേ തേക്കിന് വേറൊരു സയൻറ്റിഫിക് നെയിം ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു നെയിമിനേക്കാളും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ടെക്ടോണ ഗ്രാൻഡിസാണ്. സോ ഇനി ടെക്ടോണ ഗ്രാൻഡിസ് മാറ്റിക്കഴിഞ്ഞാലായിരിക്കും കൺഫ്യൂഷൻ. സോ അങ്ങനെ റൂൾസ് ഒന്നോ രണ്ടോ റൂൾസ് ഫുൾഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ചില നെയിംസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൊട്ടക്റ്റ് ചെയ്ത നെയിംസിന് നോമിന കൺസർവാണ്ട എന്നാണ് പറയുക. സോ നോമിന കൺസർവാണ്ട കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ്സിന് മാത്രം ഈ റൂൾസ് എന്തല്ല, അപ്ലിക്കബിൾ അല്ല. സോ ഈച്ച് ടാക്സോണമിക് ഗ്രൂപ്പ് വിത്ത് എ പെർട്ടിക്കുലർ സർക്കംസ്ക്രിപ്ഷൻ, പൊസിഷൻ ആൻഡ് റാങ്ക് ക്യാൻ ബിയർ ഓൺലി വൺ കറക്റ്റ് നെയിം, the earliest that is in accordance with the rules except in specified cases. സോ ഒരു ടാക്സോണമിക് ഗ്രൂപ്പിന് ഒരു നെയിമേ ഉണ്ടാവുള്ളൂ. അത് ആരാണോ അതിന് ഏർലിയസ്റ്റ് ആയിട്ട് റൂൾസ് അനുസരിച്ച് പബ്ലിഷ് ചെയ്തത് ആ നെയിമായിരിക്കും. പക്ഷേ നോമിന കൺസർവാണ്ട കാറ്റഗറിയിൽ ഉൾപ്പെട്ടത് മാത്രം ഈ ഒരു കേസ് എന്ന് എക്സെപ്ഷണലാണ്. സയൻറ്റിഫിക് നെയിംസ് ഓഫ് ടാക്സോണമിക് ഗ്രൂപ്പ്സ് ഷുഡ് ബി ലാറ്റിൻ റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഡെറിവേറ്റീവ്സ്. ടാക്സോണമിക് ഗ്രൂപ്പ്സിൻ്റെ സയൻറ്റിഫിക് നെയിംസ് ഷുഡ് ബി ലാറ്റിൻ. അത് ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നു അല്ലെങ്കിൽ ഏത് രാജ്യക്കാർ പ്രപ്പോസ് ചെയ്തു എന്നുള്ളതൊരു പ്രശ്നമേ അല്ല. ഒരു ടാക്സോണമിക് ഗ്രൂപ്പിൻ്റെ സയൻറ്റിഫിക് നെയിമാണോ അതെന്തായിരിക്കണം? ലാറ്റിൻ ആയിരിക്കണം. ആൻഡ് ലാസ്റ്റ് റൂൾ, ദ റൂൾസ് ഓഫ് നോമക്ലേച്ചർ ആർ റിട്രോ ആക്റ്റീവ് അൺലെസ് എക്സ്പ്രസ്ലി ലിമിറ്റഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈപ്പിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ റൂൾ പറഞ്ഞത് നെയിംസ് ഓഫ് ടാക്സോണമിക് ഗ്രൂപ്പ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മീൻസ് ഓഫ് നോമക്ലേച്ചറൽ ടൈപ്പ് എന്നാണ്. സോ അങ്ങനെ ടൈപ്പ് ബേസ് ചെയ്തിട്ടാണ് ഒരു ടാക്സോണമിക് ഗ്രൂപ്പിന് നെയിം ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ഇയർ മുതലാണ് അത് അപ്ലിക്കബിൾ ആവുക. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1892 മുതലാണ് ടൈപ്പ് മാൻഡേറ്ററി ആക്കിയത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് മുതലാണ് അത് അപ്ലിക്കബിൾ ആവുക. ഒരു റൂള് ഒരു പ്രത്യേക ഡേറ്റ് പറയാതെ ഒരു റൂള് കിടക്കുന്നുണ്ടെങ്കിൽ ആ റൂള് ഫസ്റ്റ് കോഡ് ഉണ്ടല്ലോ, നമ്മളെ കോഡിലെ പാരീസ് കോഡിൻ്റെ ഇയർ മുതൽ ആപ്ലിക്കബിൾ ആണ്. അപ്പം ഒരു പ്രത്യേക സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറയാത്ത എല്ലാ റൂൾസും പാരീസ് കോഡ് മുതൽ, അതായത് 1867 മുതൽ
അപ്ലിക്കബിൾ ആണ് ആ റൂൾസ്. എക്സ്പ്രസ്ലി ലിമിറ്റ് ചെയ്യാത്ത ഒരു റൂളിൻ്റെ കേസിൽ അത് ബാക്കിലേക്ക്, അതായത് പാരീസ് കോഡിലേക്ക് മൂവ് ചെയ്യും. ഈ വീഡിയോയിൽ നമ്മൾ ICBAൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ 3 ഡിവിഷൻസ്, പ്രിൻസിപ്പിൾസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.